എടീ, ഇന്ന് എത്രാം തീയതി അറിയോ? ഇന്ന് 6-ാം തീയതി. എന്തേ? +2 റിസൾട്ട് വരാൻ പോയാ. 9-ാം തീയതി അല്ലേ? പെണ്ണ് ജയിക്കോ? നിനക്കെന്ത് സംശയം? അവള് നന്നായിട്ട് എക്സാം എഴുതിയേക്കണ്ടല്ലേ, നന്നായിട്ട് പഠിച്ചൊക്കെ എക്സാം എഴുതല്ലേ, അതൊക്കെ ജയിച്ചോളും. നീ എന്തിനാ ടെൻഷൻ അടിക്കണേ? ഈ പറഞ്ഞോളൂ. നിങ്ങ പറയുന്നത് അവള് കേൾക്കാൻ നിൽക്കണ്ട കേട്ടാ. ഇനി അവളത് കേട്ട് കഴിഞ്ഞാൽ കൊച്ചിന് ടെൻഷനാവും. വെറുതെ പിള്ളേർ ടെൻഷൻ ആക്കിയിട്ട് കാര്യമൊന്നുമില്ല ചേട്ടാ. ഓള് കേൾക്കിയതൊന്നും പറയണ്ട, എക്സാമിനെ പറ്റിയൊന്നും അവള് കേൾക്കൊന്നും പറയണ്ട കേട്ടാ. പല ദിവസങ്ങൾ ഒരു സമാധാനമില്ല. നിങ്ങൾ എന്തിനും ടെൻഷൻ ആവണെങ്കിൽ നിങ്ങൾ കിടന്ന് പറഞ്ഞു കൊച്ചു കേൾക്കണ്ട. അവൾ കേട്ടെങ്കിൽ അവൾക്ക് ടെൻഷൻ അടിക്കാവുള്ളൂ. പരീക്ഷ നന്നായി എഴുതിയാ പാസ്സല്ലേ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ കിടന്ന് പറഞ്ഞോണ്ടിരിക്കല്ലേ, എക്സാമിന്റെ റിസൾട്ട് വരട്ടെ. തോറ്റാലും ജയിച്ചാലും നമ്മുടെ മോളല്ലേ. അവൾക്ക് ഉള്ളിലൊരു ബോധം വേണ്ടേ? അത് എക്സാം എഴുതുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ടാവൂല. പിന്നെ നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുക? നിങ്ങൾ ഓരോന്ന് പറഞ്ഞ് അതിന്റെ ചവിട്ടി കേട്ടുകഴിഞ്ഞാൽ പിന്നെ അത് മതി അതിന് ടെൻഷൻ അടിക്കേ. നിങ്ങൾ പോയേ, അതൊക്കെ പാസ്സായിക്കോളും. പൊന്നു എവിടെ? പൊന്നു കൊച്ചെവിടെ പോയി? നടക്കൂലില്ല. പൊന്നുവേ, മോളെ, പൊന്നുവേ, ഇതെവിടെ പോയി? ആ, നീ ഇവിടെ വന്ന് കിടക്കാണ്. എന്തോരം നേരെ അമ്മ വിളിക്കണേ? എന്താ കേൾക്കാണ്ട്? എന്തെങ്കിലും കിടക്കണം, എന്തൊരു ക്ഷീണം പോലെ? എന്താ? ഒന്നുമില്ലേ? എന്തുകൊണ്ടല്ല? എന്താണ് പൊന്നൂസേ, എന്തുറ്റേ? ഒന്നുമില്ല അമ്മ. അമ്മ ഇത്ര നേരം വിളിച്ചത് നമ്മച്ചിട്ട് മോൻ കേട്ടില്ലേ? ഇല്ല, ഞാനിവിടെ കിടക്കാറുന്നു. എന്തിനൊരു തളർച്ച, ഒരു ക്ഷീണം പോലെ? എന്തേ കാര്യം പറ അമ്മേനോട്. അല്ലമ്മ, 9-ാം തീയതി റിസൾട്ട് വരല്ലേ? വരട്ടെ. അപ്പൊ ചെറിയൊരു ടെൻഷൻ. എന്തിനു ടെൻഷൻ? അപ്പൊ മോൻ എക്സാം നന്നായിട്ട് എഴുതിയേക്കണതല്ലേ? എക്സാം എഴുതിയിട്ടുണ്ട്, എന്നാലും അതെ, ഒന്നും പറയാൻ നിൽക്കണ്ട, മനസ്സിലായ? അമ്മച്ചിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. 2 ദിവസമായി അമ്മ നിന്നെ നോക്കണേ. നിന്റെ ഒരു തളർച്ച ക്ഷീണമൊക്കെ അമ്മ കാണുന്നുണ്ട്. അതാണ് ഇപ്പൊ ഈ പനിയും പിടിച്ചത്. പേടിപ്പനിയാ. അതെ, എല്ലാ പിള്ളേരും ഇപ്പൊ ടെൻഷൻ അടിച്ചിരിക്കുള്ളൂ. എന്തിനു ടെൻഷൻ അടിക്കണേ? പഠിച്ചെഴുതിയേക്കണതെന്ന് ഉറപ്പുണ്ടല്ലോ. ഇനി അഥവാ തോറ്റുപോയാൽ, ഏതെങ്കിലും 1-2 വിഷയത്തിന് തോറ്റുപോയാൽ പോകുള്ളൂ. തോറ്റാൽ തന്നെ അത്രയും ടഫായ വിഷയത്തിന് എന്തെങ്കിലും തോക്കന് വരുള്ളൂ. ഒരു എന്നാലും വേണ്ടാന്ന്. അവിടെ ഒരു എന്നാലും എന്നുള്ളൊരു പേടി വേണ്ട. ബട്ട് എന്നൊരു സംഭവം വേണ്ട, മനസ്സിലായ? തോറ്റാലും ജയിച്ചാലും അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് അമ്മയ്ക്കുണ്ട്, അച്ഛനുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മളിപ്പോൾ അഥവാ ഒരു വിഷയത്തിൽ തോറ്റുന്ന തന്നെ ഇരിക്കട്ടെ, റിസൾട്ട് തോറ്റുന്ന തന്നെ ഇരിക്കട്ടെ, തോറ്റു കഴിഞ്ഞ് നമ്മൾ ആ വിഷയം നമ്മൾ എഴുതും വേറെ. നിന്നെ ആരും ചീത്ത പറയാനോ തല്ലാനോ കൊല്ലാനൊന്നും വന്നില്ല, മനസ്സിലായി? ഇനി അതിനും പഠിക്കാം, മനസ്സിലായില്ലേ? തോറ്റുപോയ വിഷയം നമുക്ക് അപ്പം തന്നെ എഴുതിയെടുക്കാവുന്ന കാര്യമുള്ളൂ. അതിനിങ്ങനെ ടെൻഷൻ അടിച്ച് അസുഖങ്ങൾ വരുത്തി ഇങ്ങനെ വിഷാദിച്ചിരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. അമ്മില്ലേ കൂടെ? ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടാ. റിസൾട്ട് പറ്റേ, റിസൾട്ട് വന്ന് നമ്മൾ അടിച്ചു പൊളിക്കും. നമ്മ ജയിച്ചാലും തോറ്റാലും നമ്മൾ അത് എൻജോയ് ചെയ്ത് ആഘോഷിക്കും കേട്ടാ. അതിൻ്റെ പേരിൽ ടെൻഷൻ അടിച്ചിരിക്കൊന്നും ചെയ്യരുത് കേട്ടാ. ഇനി എഴുന്നേക്ക്, മതി കിടന്നത്. ഇനി ഇങ്ങനത്തെ ക്ഷീണം തളർച്ചൊന്നും വേണ്ട. ഹലോ, അടി പറ. എടി, റിസൾട്ടൊക്കെ വരുമ്പോ വരട്ടെ, നീ ടെൻഷൻ ആവണേ. എനിക്ക് ഞാൻ എൻ്റെ അമ്മയിട്ട് കൊടുക്കാം. അവളുടെ വീട്ടിൽ കിടന്നിട്ട് അതിനെ ഇതാക്കാന്ന് തോന്നുന്നുണ്ട്. റിസൾട്ട് വരുമോ എന്താ എന്നൊക്കെ ചോദിച്ചിട്ട്. എന്തിനീ വീട്ടുകാർക്ക് പ്രാന്താ? ആ മോനെ, ഇപ്പൊ ഇവിടെ പൊന്നു അത് ഭയങ്കര ടെൻഷൻ അടിച്ച് കിടപ്പ് തന്നെ കിടപ്പ്. എത്ര നേരമെന്നറിയാമോ? 2 ദിവസമായിട്ട് തളർച്ചത്. ഇപ്പൊ ഇന്നലെ തുടങ്ങി പനി. പേടിപ്പനിയാണെന്ന് എനിക്കറിയാം. ഇവിടെ അച്ഛൻ കിടന്നോണ്ട് ഓരോന്ന് പറയുന്നില്ല. ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടിക്കൊന്നും പറയണതല്ല. ജയിക്കൂലേടി എന്ന് എന്നോട് ചോദിക്കണുണ്ട്. നമ്മളങ്ങനെ ചോദിച്ചിട്ട് എന്താ കാര്യം? മോൻ ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടാ. അച്ഛനമ്മ വെറുതെ അങ്ങനെ ഒരു ടെൻഷന്റെ പുറത്ത് പറയണതാ. മോൻ അതൊന്നും ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ജയിച്ചാലും തോറ്റാലും നോ പ്രോബ്ലം, മനസ്സിലായില്ലേ? അമ്മയുടെ കയ്യിലൊന്ന് ഫോൺ കൊടുക്കോ? ആൻറ്റി ഒന്ന് പറ. ഹലോ, ചേച്ചി, ഞാനാണ്, ഹെലിനയുടെ അമ്മയാണ്.
ആ സുഖമായിട്ടിരിക്കുന്ന ചേച്ചി, കുഴപ്പമൊന്നുമില്ല. അവിടെ എല്ലാവർക്കും സുഖമല്ലേ? ദേ ഇവിടെ ഉണ്ട്. 2 ദിവസമായിട്ട് ഇങ്ങനെ ഗ്ലൂമി ആയിട്ട്, ഇന്നലെ രാത്രി തുടങ്ങിയ ചെറിയ പനിയായിട്ടുണ്ട്. റിസൾട്ട് അറിയാൻ പോണൊരു ടെൻഷനാണ്. ആണോ? എന്തിനാ ചേച്ചി കൊച്ചിൻ്റെ അടുത്ത് എപ്പോഴും അങ്ങനെ ദേഷ്യപ്പെടണേ? പിള്ളേർക്ക് ടെൻഷൻ കൊടുക്കണ്ട. ഞാനിവിടെ ടെൻഷൻ കൊടുക്കുന്നൊന്നുമില്ല. ഞാൻ അവളോട് പറഞ്ഞു, തോറ്റാലും ജയിച്ചാലും കുഴപ്പമൊന്നുമില്ല മോള്, ഹാപ്പി ആയിട്ടിരിക്കാൻ പറഞ്ഞു. അല്ല, നമ്മൾ പിള്ളേരുടെ അടുത്ത് ഇങ്ങനെ ഓരോന്ന് റിസൾട്ട് വരാറായില്ലേടി എന്നൊക്കെ ചോദിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ മക്കൾക്ക് അത് മതി ടെൻഷൻ കയറാൻ. അവർ നന്നായിട്ട് എക്സാം എഴുതിയിട്ടുള്ളതല്ല, അവർ ജയിച്ചോളും. അവരിപ്പോഴേ ഓരോന്ന് പറഞ്ഞ് ടെൻഷൻ അടിപ്പിക്കണ്ട ചേച്ചി. ഞാൻ അത് പറയാൻ വേണ്ടിക്ക് വിളിച്ചതാണ്. അവള് ഇപ്പം ഇവിടെ മോളെ വിളിച്ചിട്ട് ഇങ്ങനെ ടെൻഷൻ പറഞ്ഞു വീട്ടിൽ ചീത്ത പറയണമെന്ന്. എല്ലാ പാരൻസും മക്കളുടെ അടുത്ത് ഇങ്ങനെയാണ്. റിസൾട്ട് വരാറാകുമ്പോഴേക്കും തുടങ്ങും മക്കളുടെ അടുത്ത് കിടന്നുകൊണ്ട് ഒച്ചപ്പാടും ബഹളവും. വേണ്ട ചേച്ചി, ടെൻഷൻ അടിപ്പിക്കണം മക്കളെ കേട്ടാ. ശരി ചേച്ചി, എന്നാ ഓക്കെ ഓക്കെ ഓക്കെ. ഹാപ്പി ആയിട്ടിരിക്കട്ടാ. Watch and subscribe your funniest YouTube RK Angel.